വീണ്ടും കണ്ണൂരിലൊരു സ്വകാര്യ ബസ് പണിമുടക്ക് ഇന്നുണ്ട്. ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല. ബസ്സുകൾക്ക് അമിത പിഴ ഈടാക്കി പോലീസ് പീഡിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ഈ സമരം നടത്തിയിരിക്കുന്നത്. പോലീസ് നടപടിക്കെതിരെ പലവട്ടം പരാതി നൽകിയിട്ടും ഒരു കാര്യവുമില്ല എന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നുമുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നത്. സജോ, ജില്ലയിൽ ഒന്നാകെയുള്ള സ്വകാര്യ ബസ്സുകൾക്ക് ഈ പരാതി ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ ഈ സർവീസ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് സമരത്തിൽ നിൽക്കുന്ന ഏതൊക്കെ സംഘടനകളാണ്? എന്താണ് പൊതുവിലെ അവിടുത്തെ ഒരു വികാരം ഈ വിഷയത്തിൽ? വ്യാപകമായാണ്, അതായത് ജില്ലയിലെ മുഴുവൻ മേഖലകളിലുമാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ്, അതായത് സംയുക്ത സമരസമിതിയാണ്. വിവിധ സംഘടനകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലത്തിൽ ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുടങ്ങാനാണ് സാധ്യത. ബസ്സുകൾക്ക് അമിത പിഴ ഈടാക്കി പോലീസ് പീഡിപ്പിക്കുന്നു എന്നാണ് ഈ ബസ് ഉടമകളുടെ സംഘടനകളുടെ ആരോപണം. പലവട്ടം പരാതി നൽകിയിരുന്നു. ഈ മേഖലയിൽ ഒരു പൊതുഗതാഗത സംവിധാനം എന്ന നിലയ്ക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലും കണ്ണൂരിലും സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ആ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതികളൊക്കെ നൽകിയത്. പക്ഷെ നടപടി ഉണ്ടാകുന്നില്ല. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായ പ്രവർത്തികൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും സമയക്രമം പാലിക്കുന്നതിന്റെ ഭാഗമായുള്ള സർവീസുകൾ നടത്തുമ്പോൾ യാത്ര കുറച്ചുകൂടി എളുപ്പവഴിയും മറ്റുമൊക്കെ പലപ്പോഴും ബസ് സ്വീകരിക്കാറുണ്ട്. പക്ഷെ അതും ഭീമമായ പിഴയിലേക്ക് നയിക്കുന്നു. അതുൾപ്പെടെ ചിത്രങ്ങൾ പകർത്തി വ്യാപകമായി പിഴ ഈടാക്കുന്നു എന്നതാണ് അവരുടെ ഒരു ആരോപണം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സൂചനാ പണിമുടക്ക് എന്ന നിലയ്ക്കാണ് ഇന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരമില്ലെങ്കിൽ ഈ കാര്യത്തിൽ തുടർന്നും ഇതേ സമീപനം തന്നെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ മാസം 18 മുതൽ ജില്ലയിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും എന്നാണ് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഏതായാലും ഇതിനകം വ്യാപകമായി സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. ഫലത്തിൽ ഭൂരിപക്ഷം സർവീസുകളും ഇന്ന് നടക്കില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്.